السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസരത്ത് ഖലീഫത്തുള്ള നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറത്തുൻ നിസായിലെ 41-ാമത്തെ വചനമാണ് നമ്മൾ നോക്കിയത്. അതിൽ ഹസരത്ത് ഖലീഫത്തുള്ള പറഞ്ഞു നിർത്തിയത് ഇപ്രകാരമാണ്: Allah is never unjust towards his servants. അല്ലാഹു തആല തൻ്റെ ദാസന്മാരോട് ഒരിക്കലും അനീതി പ്രവർത്തിക്കുകയില്ല. He is most generous and benevolent. അവൻ അങ്ങേയറ്റം ഔദാര്യവാനും തൻ്റെ പ്രജകളോട് അങ്ങേയറ്റം ഐശ്വര്യം പുലർത്തുന്നവനുമാണ്. He rewards them in proportion to the deeds they make. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കനുസൃതമായിട്ട് അവൻ അവർക്ക് പ്രതിഫലം നൽകുന്നതാണ്. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കനുസൃതമായ പ്രതിഫലം അവർക്ക് നൽകുന്നതാണ്. And he even multiplies the rewards out of his mercy. എന്നിട്ട് അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് അവൻ പല മടങ്ങ് വർദ്ധിപ്പിച്ച് നൽകുകയും ചെയ്യുന്നതാണ്. അങ്ങനെ ഈ പല മടങ്ങ് വർദ്ധിപ്പിച്ച് തരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ ശ്വാസത്തിനൊന്നും പൈസ കൊടുക്കാതെ നമ്മൾ വലിച്ചുകൊണ്ടിരിക്കുന്നത്, ശ്വാസോച്ഛ്വാസം എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അവൻ തരുന്ന മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അവൻ്റെ സൃഷ്ടികൾക്ക്. ഗുഡ് ബിഗറ്റ്സ് ഗുഡ്. ഈ നന്മ ഉൽപ്പാദിപ്പിക്കുന്നത് ബിഗറ്റ്സ് ഗുഡ്, നന്മ തന്നെ ആയിരിക്കും. നന്മയിൽ നിന്ന് അത് തിന്മയുണ്ടാകാൻ ഒക്കെയല്ല. അതുകൊണ്ട് നന്മ ഉൽപ്പാദിപ്പിക്കുന്നത് നന്മ തന്നെയായിരിക്കും. ആൻഡ് അല്ലാഹ് ഈസ് അവെയർ ഓഫ് ഓൾ ദ ഡീഡ്സ് ഓഫ് ഹിസ് സെർവൻസ്. അല്ലാഹു തആലക്ക് നല്ലതുപോലെ ബോധ്യമുണ്ട് തൻ്റെ ദാസന്മാരൊക്കെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. ഈവൻ ആസ് മൈന്യൂസ് കൂൾ, അത് വളരെ ചെറിയ അളവിലാണെങ്കിലും, ആസ് ആൻ ആറ്റം, ഒരു ആറ്റം പോലെ എത്ര ചെറിയ അളവിലാണെങ്കിലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, ഈ ചെറിയ കാര്യമൊന്നും അല്ലാഹു ശ്രദ്ധിക്കാൻ പോകുന്നില്ല എന്ന് കരുതണ്ട. അത് എത്ര ചെറിയ അളവിലാണെങ്കിലും അവൻ അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വിച്ച് ഈസ് ഇൻവിസിബിൾ ടു ദ ഹ്യൂമൻ ഐ. ഒരുപക്ഷെ ഏറ്റവും ചെറിയ അംശമായതുകൊണ്ട് മനുഷ്യ കണ്ണുകൾ കൊണ്ട് ചിലപ്പോൾ അത് കാണാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും അവൻ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നമുക്ക് മറയ്ക്കാം എന്നൊരിക്കലും വിചാരിക്കേണ്ട. തുടർന്ന് അല്ലാഹു തആല പറയുന്നു: ഫകൈഫ ഇദാ ജീനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജീനാ ബിക അലാ ഹൗലായി ഷഹീദ. ഫകൈഫ, എന്നാൽ എങ്ങനെയായിരിക്കും, ഫകൈഫ ഇദാ ജിന നാം വന്നാൽ,
മിൻകുല്ലി ഉമ്മത്തിൻ, ഓരോ സമുദായത്തിൽ നിന്നും നാം വന്നാൽ എങ്ങനെയായിരിക്കും? ഒരു സാക്ഷിയെയും കൊണ്ട് ബിഷഹീദൻ, ഒരു സാക്ഷിയെയും കൊണ്ട് ഓരോ സമുദായത്തിൽ നിന്നും നാം വന്നാൽ അവരുടെ അവസ്ഥകളൊക്കെ എങ്ങനെയായിരിക്കും? വജീന ബിക്ക, അതുപോലെ നിന്നെ ഞാൻ കൊണ്ടുവരുന്നതാണ്. നാം നിന്നെ കൊണ്ടുവന്നാൽ വജീന ബിക്ക അല ഹൗലായി, ഇവരുടെ മേൽ ഷഹീദൻ, സാക്ഷിയായിട്ട്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനങ്ങളുടെ സാക്ഷിയായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ മറ്റ് ഓരോ സമുദായത്തിലും ഓരോ സാക്ഷിയെയും കൊണ്ട് നാം വരുമ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നില്ലേ? പറഞ്ഞു തന്നു. അനുസരിച്ചോ? ഇല്ല. അപ്പം സാക്ഷി, ഞാൻ അതെല്ലാം പറഞ്ഞങ്ങനെ, അല്ലാ നീ എന്നെ എന്താണോ അറിയിച്ചത് അതെല്ലാം ഞാൻ അവരോട് പറഞ്ഞു. പക്ഷെ അവരത് സ്വീകരിച്ചില്ല. അപ്പോൾ സാക്ഷ്യം കൊണ്ടാണ് വരുന്നത്. ഞാൻ ചുമ്മാ നിങ്ങളെ രക്ഷാശിക്ഷയ്ക്ക് വേണ്ടിയല്ല നിങ്ങളുടെ രക്ഷാശിക്ഷകൾ നടപ്പിലാക്കുന്നത്. അങ്ങനെ ഓരോ സാക്ഷിയെയും കൊണ്ട് ഓരോ സമുദായത്തിൻ്റെ സാക്ഷികളുമായിട്ട് വരും. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാക്ഷി ആയിട്ട്, ഉമ്മത്തെ മുഹമ്മദിയായുടെ സാക്ഷിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരും. ആ നബിയോ പറഞ്ഞത്, എൻ്റെ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ ഓരോ നൂറ്റാണ്ടിലും അല്ലാഹു തആല എൻ്റെ പ്രതിനിധികളെ വിടും. ഈ കാര്യം സത്യമാണെന്ന് പറയാനും ആ കാലഘട്ടത്തിലെ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ്. ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, ആഫ്റ്റർ വാർണിംഗ് മാൻകൈൻഡ്, മാനവകുലത്തിന് മുന്നറിയിപ്പ് നൽകിയ ശേഷം, ആൻഡ് എസ്പെഷ്യലി ദി ബിലീവേഴ്സ് ഓഫ് വിശിഷ്യ സത്യവിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയ ശേഷം, ദ ഔട്ട്കം ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ, നന്മയുടെ അനന്തരഫലം എന്തായിരിക്കുമെന്നും, ദ ഔട്ട്കം, അനന്തരഫലം ഓഫ് ഗുഡ്, നിങ്ങൾ ചെയ്യുന്ന ഓരോ നന്മയ്ക്കുമുള്ള പ്രതിഫലം, അനന്തരഫലം എന്തായിരിക്കുമെന്നും, ആൻഡ് ഈവിൾ, നിങ്ങൾ ചെയ്യുന്ന ഓരോ തിന്മയ്ക്കും ഓരോ നിസ്സംഗതയ്ക്കും അള്ളാഹു നൽകുന്ന പ്രതിഫലം എന്താണെന്നും നിങ്ങൾ ഓരോരുത്തരും കണ്ടറിയുക തന്നെ ചെയ്യും. അതെന്തായിരിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ ഓഫ് ഒബീഡിയൻസ് ആൻഡ് ഡിസൊബീഡിയൻസ്, ഈ അനുസരിക്കുന്നവരുമുണ്ട് അനുസരിക്കാത്തവരുമുണ്ട്. അപ്പോൾ അനുസരിക്കുന്നതിൻ്റെ ഫലം എന്താണെന്നും അനുസരിക്കാത്തതിൻ്റെ ഫലം എന്താണെന്നും നിങ്ങൾ ഓരോരുത്തരും കണ്ടറിയുക തന്നെ ചെയ്യും. അപ്പോൾ മാനവകുലത്തിന് മുന്നറിയിപ്പ് നൽകിയ ശേഷം വിശിഷ്യ വിശ്വാസികൾക്ക് നിങ്ങൾ ചെയ്യുന്ന ഓരോ നന്മയ്ക്കും തിന്മയ്ക്കും അതിൻ്റെ അനന്തരഫലം ഉണ്ടായിരിക്കുമെന്നത്, നിങ്ങൾ അനുസരിക്കുന്നതും അനുസരിക്കാതിരിക്കുന്നതിൻ്റെയും ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. Thereafter Allah makes his servants aware, അതിനുശേഷം അല്ലാഹു തആല അവൻ്റെ ദാസന്മാരെ ബോധവാന്മാരാക്കുന്നു. His servants aware of the fact that for each people in each era, ഓരോ ജനതയും ഓരോ കാലഘട്ടത്തിലും, in each era, ഓരോ നൂറ്റാണ്ടിലും ഓരോ ജനതയും അവൻ്റെ ദാസന്മാരെ, അള്ളാഹ് മേക്സ് ഹിസ് സർവൻസ്, അല്ലാഹു തആല അവൻ്റെ ദാസന്മാരെ ആക്കുകയാണ്, അവെയർ, ബോധ്യം വരുത്തുകയാണ്, ഓഫ് ദ ഫാക്ട്സ്, ഒരു വസ്തുത അവർക്ക് ബോധ്യപ്പെടുത്തുകയാണ്, ദാറ്റ് ഫോർ ഈച്ച് പീപ്പിൾ ഇൻ ഈച്ച് ഇറ, ഓരോ കാലഘട്ടത്തിലും ഓരോ ജനതയിലേക്കും ഹി ഷാൽ കോൾ ഫോർ ദ മെസ്സഞ്ചർ, അങ്ങനെ ആ ദൂതനെ വിളിക്കും അള്ളാഹു. ഹി സെൻറ്റ് ടു ദം, അവനാണ് അവരിലേക്ക് ആ ആളിനെ അയച്ചത്. ഇപ്പം നമ്മുടെ മുമ്പിൽ ഒരാൾ വന്ന് പറയുന്നു എന്നെ അള്ളാഹു അയച്ചതാണെന്ന്. 10-25 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തോട് അദ്ദേഹം പറയുന്നത് എന്നെ അള്ളാഹ്. അപ്പം വിളിക്കും. അപ്പോൾ സാക്ഷി പറയാൻ അവിടെ നമ്മുടെ ഖലീഫത്തുള്ള ഉണ്ടാവും, ഈ നൂറ്റാണ്ടിലെ സാക്ഷ്യം പറയാൻ. എവിടെയെങ്കിലും പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ
പക്ഷേ അറിയിച്ചില്ലയോ? അറിയിച്ചു. പക്ഷെ അതൊക്കെ അവഗണിക്കുകയോ തള്ളിക്കളയുകയോ ആണ് അവർ ചെയ്തത്. കാൾ ഫോർ ദ മെസ്സഞ്ചർ ഹി സെൻറ്റ് ഇൻ ദെയർ ഇറ ടു ആക്ട് ആസ് വിറ്റ്നസ് ഓവർ ദം. അവരുടെ മേൽ നിങ്ങൾ സാക്ഷിയായിരിക്കണം. അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ, റസൂലുള്ള പറഞ്ഞ കാര്യങ്ങൾ അത് വീണ്ടും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഇതിലെ ഓരോ കാര്യങ്ങളും സസൂക്ഷ്മം അള്ളാഹു നിരീക്ഷിച്ചും വീക്ഷിച്ചും ഇരിക്കുകയാണെന്നും ഇതിനെല്ലാം പ്രതിഫലമുണ്ടെന്നും ഇഹലോകത്തും പരലോകത്തും നിങ്ങൾ അതിൻ്റെ സാക്ഷികളാകേണ്ടി വരുമെന്നും, ബി ഇറ്റ് പോസിറ്റീവ്ലി ഓർ നെഗറ്റീവ്ലി, അത് അനുകൂലമായിട്ടായാലും പ്രതികൂലമായിട്ടായാലും ആ സാക്ഷ്യം വഹിക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള സാക്ഷികളെ കൊണ്ട് അല്ലാഹു തആല വിചാരണയ്ക്കായിട്ട് വരും. ദ ഹോളി പ്രൊഫറ്റ് മുഹമ്മദ് പീസ് ബി അപ്പോൺ കെയിം ഫോർ നോട്ട് ഓൺലി ആരബ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നത് അറബികൾക്ക് വേണ്ടി മാത്രമല്ല, ബട്ട് ആൾസോ ഫോർ മാൻകൈൻഡ്, മാനവകുലത്തിന് മൊത്തത്തിലാണ് അദ്ദേഹം നിയോഗിതനായത്. ആൻഡ് ഹി ഷാൽ ബി എ വിറ്റ്നസ്, തീർച്ചയായിട്ടും അദ്ദേഹം ഒരു സാക്ഷിയായിരിക്കും ഓവർ ദം, മാനവകുലത്തിന്. കാരണം അദ്ദേഹം ലോകത്തോട്, മാനവകുലത്തോട് പറഞ്ഞു, ഞാൻ ഇനി റസൂലുള്ളാഹിയിലേക്കും നിങ്ങൾ മുഴുവൻ ആളുകളിലേക്കും വന്നിരിക്കുന്നു. അപ്പോൾ അത് വ്യക്തമായ നിലയിൽ ആ ഗ്രന്ഥവും അദ്ദേഹം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെട്ടതും ലോകം സാക്ഷ്യം വഹിക്കുന്നതുമായ കാര്യങ്ങളാണ്. ആൻഡ് ഹാവ് ദ അൾട്ടിമേറ്റ് റൈറ്റ് ടു ഇൻ്റർസീഡ് ഓവർ ഹിസ് ഹോൾ ഉമ്മ. അപ്പം മുഴു സമുദായത്തിലേക്ക്, മാനവകുലത്തിലേക്ക് ഇടപെടുവാനുള്ള റൈറ്റ്, അവകാശം, പരമമായ അവകാശം അദ്ദേഹത്തിന് ഉണ്ട്. ഹിസ് ഫോളോവേഴ്സ് ആൻഡ് ഇൻഹെറിറ്റേഴ്സ്, അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികളും ഓഫ് ഹിസ് പ്രോഫറ്റ്ഹുഡ്സ്, അദ്ദേഹത്തിൽ നിന്നുള്ള പ്രവാചകത്വത്തിൻ്റെ അനന്തരാവകാശികളായിട്ട് ഓരോ നൂറ്റാണ്ടുകളിലും വന്നുകൊണ്ടിരിക്കുന്നവർ. ഹു കെയിം ആൻഡ് ഷാൽ കം ആഫ്റ്റർ ഹിം, വന്നുകൊണ്ടിരിക്കുന്നവരും ഇനി വരാനിരിക്കുന്നവരുമായ ആളുകൾ, അവർ എന്ത് ചെയ്യും? അവർ സാക്ഷ്യം വഹിക്കും. ദേ ആൾസോ ഷാൽ ആക്ട് ആസ് വിറ്റ്നസ്, അവരും സാക്ഷികളായി പ്രവർത്തിക്കുന്നതാണ്. എഗൻസ്റ്റ് ദ പീപ്പിൾ ഓഫ് ദെയർ സ്പെസിഫിക് ഇറ, ആ പ്രത്യേകമായ കാലഘട്ടത്തിൽ, ഇവർ വരുന്ന കാലഘട്ടത്തിലുള്ള ജനങ്ങൾക്കെതിരായി ഈ വരുന്ന ആളുകളും സാക്ഷിയായിട്ട് അവിടെ ഹാജരാക്കുന്നതാണ്. അതുകൊണ്ട് ഇത് ഇസ്ലാം എന്ന് പറയുന്നതും ഇസ്ലാമിൻ്റെ കൽപ്പനകളും ഒരു നിസ്സാരമായ കാര്യമായിട്ട് കരുതണ്ട. ഒരല്പകാല ജീവിതത്തിൽ നമ്മളൊക്കെ ഇവിടെ വന്നു, നമുക്ക് ഈ അറിവുകളൊക്കെ കുറേ കാലം ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് പല രീതിയിലും നമ്മളിലേക്ക് കടന്നു വരുന്നു. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഒരു ജീവിതത്തിലേക്ക്, മരണത്തിലേക്ക് നമ്മൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന ബോധ്യം യഥാർത്ഥത്തിൽ ഓരോ മനുഷ്യനും ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ വാക്കും പ്രവൃത്തിയും അവൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് പര്യാപ്തമായ നിലയിൽ തങ്ങളുടെ ദിനരാത്രങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഐഹിക ലോകത്തിലെയും പാരത്രിക ലോകത്തിലെയും വിജയികളിൽ നമുക്ക് എത്തിപ്പെടുവാൻ കഴിയും. അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്താൽ നാളത്തെ പ്രഭാതത്തിൽ അടുത്ത പുതിയ വചനവുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.